അറിഞ്ഞില്ലേ നിങ്ങള്? ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂളാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. എല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാ പ്രസവവേദന വന്നത്. അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ സുഗുണേട്ടന്റെ തറവാട്ടിലെ ഇത്രയും ഭയങ്കരകളായ പെണ്ണുങ്ങളുണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാട്ടോ അറിയണത്. ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് പ്രസവം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് നീ കുത്തിയിടുന്ന പപ്പായ പോലെ കിടക്കൂ അക്കിടക്കൂ. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് പ്രസവിക്കാനും പറ്റാ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. ഗൈസ്, എനിക്ക് ഒരാളെ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഉപദേശിക്കണം. പക്ഷേ ഞാൻ എങ്ങനെ പറഞ്ഞാലും അത് ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ എനിക്ക് തോന്നി ഒരു പാട്ട് പാടി ആൾ ഉപദേശിക്കുന്നത്. എന്താ രാമേന്ദ്ര പ്രശ്നം? ഞാനിത് ഇപ്പം എഴുതിയ പാട്ടാണ് കേട്ടോ, നിമിഷക്കവി. നിനക്ക് സ്പോട്ടിലുണ്ടാക്കിയ കവിതയാണ് ഞാൻ പാടി കേൾപ്പിച്ചു തരാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. ഒരു മണ്ടത്തരമല്ലേ മാരാരുടെ മണ്ടയിൽ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ബാക്കിയുള്ളതെല്ലാം തള്ളുകളല്ലേ. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഒരു മണ്ടത്തരമല്ലേ മാരാരുടെ മണ്ടയിൽ. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ബാക്കിയുള്ളതെല്ലാം തള്ളുകളല്ലേ. അടികൊണ്ടത് എനിക്കല്ലേ, പാക്കര എന്തിനാ കരയണേ? ടേക്ക് ഇറ്റ് ഈസി. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. കല്ലുവച്ച നുണ പറയാൻ കോൺഫിഡൻസ് ഉള്ളവനാണ്. പ്രസവക്കാര്യം പറയാനൊക്കെ അറിവുള്ളവനാണ്. ഞാൻ മാക്സിമം വേണ്ടെന്ന് പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ല. ആര്? എന്റെ മനസ്സ്. മെയ് 4 വോട്ടിംഗ് കഴിയും ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അതു കഴിഞ്ഞാൽ ചീത്ത പേരെങ്ങനെ മാറ്റിയിടും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കുനുകുനിൻ ചെറുമുതുകിൽ ഇടികൾ വീഴുമേ. ഇങ്ങനെ മണ്ടത്തരമൊക്കെ പറയുമ്പോൾ ആലോചിക്കണ്ടേ. യു ക്യാരി ഓൺ. I enjoyed a lot. ഞാൻ പോകുന്നു. ബൈ ബൈ.